പക്ഷെ ഈ ഫിലോസഫിയൊക്കെ ആര് എവിടെന്നാ പഠിച്ചെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. ഇതായിരുന്നല്ലേ സ്കൂള്? ഞാനും കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് മലയാളമായിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ അമ്മ പറ്റുള്ളൂ. ഞാനിപ്പോ ഇന്റർവ്യൂ കൊടുക്കുമ്പോ എന്നോട് പലരും ചോദിക്കും, എന്തിന് ഇത്ര ഇന്റർവ്യൂ കൊടുക്കണത്, നിങ്ങൾ ആരാണ് എന്നോട് ഒരാളൊരു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ആരുമല്ല, ഞാൻ ജന്മം നൽകിയ എൻ്റെ മകള് ഒരു ചെറിയ ആർട്ടിസ്റ്റാണ്. ഇപ്പൊ ഞാനൊരു ഇനാഗുറേഷന് പോയി പാലാഴിയിൽ. അപ്പൊ എന്നെ അവർ സ്റ്റേജിലേക്ക് അനൗൺസ് ചെയ്തത് ദീപ്തി ശങ്കർ എന്നല്ല, ആര്യ പാർവതിയുടെ അമ്മയെ ഇത് ഇനാഗുറേറ്റ് ചെയ്യാൻ ക്ഷണിക്കുന്നു എന്നാ പറഞ്ഞത്. എനിക്ക് പ്രൗഡാണ് അല്ലേ? നമ്മള് ഇപ്പൊ ഇത്രയും വയസ്സിൽ പ്രസവിച്ച അമ്മ എന്ന് പറഞ്ഞല്ല വിളിച്ചത്. ഇത് ഇനാഗുറേറ്റ് ചെയ്യാൻ വിളിക്കുന്നത് ആര്യ പാർവതിയുടെ അമ്മയാണ് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് അവരാ ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടല്ലോ നമുക്ക് കിട്ടുന്ന അത്. എൻ്റെ ഇളയാളെ ഞാൻ കൈ പിടിച്ചാണ് കട്ട് ചെയ്തത് ഇല്ലേ? അപ്പൊ എൻ്റെ ലൈഫില് ഞാൻ ഭയങ്കരയാന്ന് പറയുന്നിടത്ത് അവിടെയാണ് എൻ്റെ വിജയം ഇല്ലേ? എന്നെ കുറ്റം പറയുന്ന വ്യക്തികളുടെ ഇടയ്ക്ക് എൻ്റെ മക്കള് ജയിക്കുമ്പോഴാണ് ഞാൻ ജയിക്കുന്നത് ഇല്ലേ? അല്ല ഞാൻ ഇനി എനിക്ക് എന്ത് ജയം തോൽവി ഇത് പറഞ്ഞാൽ ഈ ആര്യയുടെ കുഞ്ഞുങ്ങളെ കാണും, പാലുവിൻ്റെ വളർച്ചകൾ കാണണം, ഇതിനെ സംബന്ധിച്ച് അപ്പുറം എനിക്കൊരു ലോകമില്ല. അപ്പൊ എൻ്റെ മക്കള് എൻ്റെ സ്വകാര്യ സ്വത്താണ്. ഞാൻ വഴക്ക് പറയും, ദേഷ്യപ്പെടും, അടിക്കാറില്ല, വാ കൊണ്ട് പറയും. പക്ഷെ അവർ വലിയ തെറ്റുകളിലേക്കൊന്നും പോകാത്ത ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാവാം അല്ലേ? അവരുടെ പ്രായം ഇപ്പം രജീഷേട്ടനും എൻ്റെ മക്കള് തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഒരിക്കലും പറയല്ല. പ്രായം തെറ്റ് ചെയ്യിക്കും. അവരുടെ ടീനേജിൽ വരുന്ന തെറ്റുകൾ അല്ലെ, അവർ വളരുന്ന അവരുടെ കൂട്ടുകളിൽ നിന്ന് അവർ തെറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ഒളിഞ്ഞു നിന്ന് നമ്മൾ പറയും എൻ്റെ കുട്ടി തെറ്റ്. നമ്മൾ ഒളിഞ്ഞു നിന്ന് മാറ്റി നിന്ന് അവർ നമ്മുടെ മക്കളെ നോക്കി അവർ തെറ്റ് ചെയ്യും. അവരുടെ പ്രായം അവരെ തെറ്റ് ചെയ്യിക്കും, അല്ലെ സൊസൈറ്റി അവരെ തെറ്റ് ചെയ്യിക്കും. പക്ഷേ നമ്മൾ അവരുടെ പുറകെ ഞാൻ പറഞ്ഞത് പട്ടം പോലെ വിടണം. പക്ഷെ ചരട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നില്ലെങ്കിൽ നമുക്ക് സങ്കടങ്ങളെ ഉണ്ടാവുള്ളൂ രജനീഷേട്ടാ, ഉറപ്പാണത്. നമുക്ക് ഓരോ ദിവസം നമ്മൾ ഓരോ വാർത്തകൾ എടുക്കുമ്പോഴല്ലോ നെഞ്ചു പൊട്ടിപ്പോകും. നമ്മൾ ആ വാർത്ത മുഴുവൻ കാണില്ല ഇല്ലേ? അപ്പൊ നമുക്ക് തോന്നും, അയ്യോ അത് അവരുടെ ആ അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കുമ്പോൾ രാത്രി ഉറക്കം വരില്ല ഇല്ലേ? ഇപ്പൊ ആര്യ ഒന്ന് നമ്മളോട് പിണങ്ങുമ്പോൾ നമുക്ക് വിഷമം വരും ഇല്ലേ? അപ്പൊ നമ്മുടെ മക്കള് മോശമാണെന്ന് സമൂഹം നമ്മളോട് പറയുമ്പോൾ എത്രമാത്രം നമുക്ക് വേദനിക്കുന്നുണ്ടാവും ആ അമ്മയുടെ മനസ്സ് ഇല്ലേ? അന്ന് പറഞ്ഞ പോലെ അതിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം പൈസ ഉണ്ടാക്കാൻ ഓടുന്നതിനൊപ്പം തന്നെ പൈസ അച്ഛനും അമ്മയ്ക്കും സമ്പാദിച്ചത്. കഴിഞ്ഞ ദിവസം വന്ന ന്യൂസിന്റെ വെച്ചിട്ട് അമ്മ പറയുന്നതാണ്, ഞാൻ അമ്മ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ. എന്താണ് ഈ അതല്ല ഞാൻ പറഞ്ഞത്. ഈ ചില ആളുകളെ എന്നോട് ചോദിക്കും, നീറ്റ് നേഴ്സിംഗ് പഠിച്ചിട്ട് എന്താ ജോലിക്ക് പോവാത്തത്? ഇപ്പോ നമ്മള് ഫിനാൻഷ്യലായിട്ടൊക്കെ ഇതാവില്ലേ? ഇപ്പൊ പാലു വളർന്നില്ലേ? അപ്പൊ പാലുവിനെ നീ ദീപ്തി നല്ല പ്രായത്തിലേക്ക് എത്തില്ലേ എന്നൊക്കെ ചോദിക്കും. ആര്യക്കൊരു ഭാരമാകില്ലേ എന്ന് ഇവള് പറഞ്ഞില്ലേ, കമന്റ് വരണേ. പക്ഷെ നമ്മൾ പാലുവിനെ വളർത്തുമ്പോൾ ആര്യയ്ക്ക് നാളെ ഒരു ആര്യ മറ്റൊരാളുടെ വൈഫാകും, അവർക്കൊരു കുടുംബം ഉണ്ടാവും. പക്ഷെ ആ പാലുവിൻ്റെ ജീവിതത്തിൽ പാലു ആര്യക്കൊരു ബാധ്യതയാകാതെ നോക്കുക എന്നുള്ള ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കും ഇല്ലേ? അല്ല പിന്നെ ഇവൾക്ക് അവളും ആര്യയുടെ കുഞ്ഞുകൂടെയാണ്. അല്ല ആര്യ നാളെ ഒരു ജീവിതത്തിലേക്ക് പോകുമല്ലോ. അപ്പൊ നമുക്കത് ലക്കാണ്, കിട്ടുന്ന ആളെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പാലുവിനെ സേഫ്റ്റി ആക്കുക എന്നുള്ളത് എൻ്റെ ചേട്ടൻ്റെ ഉത്തരവാദിത്തമാണത്. സൊസൈറ്റിയോടുള്ള നമ്മുടെ കുഞ്ഞിനെ അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവളെ നല്ല സ്റ്റേബിളായിട്ട് വളർത്തുക. അത് ഞങ്ങളുടെ ഈ പ്രായത്തിൽ ഞങ്ങളുണ്ടാകുമ്പോൾ ഇവളേക്കാൾ കുറച്ചും കൂടെ അവൾക്ക് കൊടുക്കണം ഇല്ലേ? ആര്യക്ക് നാളെ ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസും വേണ്ട, ഫിനാൻഷ്യലി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ബോൾഡായിട്ട് വളർന്നാൽ മതി. അതെ, അതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യമാണെങ്കിലും വിളിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ആരോഗ്യം നോക്കുന്നത് ഭാവമാവരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ആരോഗ്യം നോക്കണേ. ഇപ്പൊ ആര്യക്ക് പാലുവിന് മിഠായി കൊടുക്കാറില്ല, ചോക്ലേറ്റ് ഒന്നും ഒക്കെ അറിയില്ല ചോക്ലേറ്റ്. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ നീ കിളവിത്തള്ളയുടെ മകളായിട്ട് ജനിച്ചത് അവരുടെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കമന്റ് വരും. അപ്പോ എനിക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായിരുന്ന കാരണം അവൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അവളുടെ ആരോഗ്യം, എൻ്റെ ലൈഫ് 48 റിയാലിറ്റി എനിക്കറിയാം. അപ്പം ഞാൻ എത്ര കാലം ഈ ജേർണിയിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ഇല്ലേ? അപ്പം നമ്മൾ ഇപ്പം കൊടുക്കുന്ന കെയറിങ് ആണ് അവളുടെ ലൈഫിൽ ബാല്യത്തിൽ കിട്ടുന്ന ഒരിതാണ് അവളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ഞാൻ പാലുവിനെ ഇപ്പം മധുരം ഇങ്ങനെ ഓവറായിട്ട് കൊടുക്കുമ്പോൾ പാലു അതിൻ്റെ ടേസ്റ്റ് ഇപ്പം അവരുടെ ബ്രെയിനിൽ എന്താണോ ക്യാച്ച് ചെയ്യണം അതാണ് അവർ മുന്നോട്ടുള്ള ജേർണിയിൽ. പിന്നെ അവർ ഇവളുടെ പ്രായമൊക്കെ എത്തുമ്പോൾ സ്വയം തിരിച്ചറിയും, വണ്ണം കുറയ്ക്കണം അല്ലെ ഷുഗർ അല്ല, അതിനറിയില്ല. ഇപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണോ അത് കഴിക്കും. അപ്പം നമ്മളതൊക്കെ പറയുമ്പോൾ കിളവിത്തള്ളയുടെ നമുക്ക് വിഷയമില്ല. എന്നെ അറിയുന്ന വ്യക്തിയല്ലല്ലോ, ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്നെക്കുറിച്ച് അറിയില്ല. എനിക്ക് അതിനകത്തൊന്നും പരിഭവമില്ല. ചിലരത് എനിക്ക് എടുത്ത് സ്ക്രീൻഷോട്ട് അയക്കും,
ഞാനിപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ കണ്ടില്ലെന്ന് പറയും. അപ്പം ഞാനിങ്ങനെ പറയും എനിക്കതിനകത്ത് ഫീലിംഗ് ഇല്ല. ഇവരെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വിഷമം വരും. എന്നെ പറയുമ്പോൾ ചെറിയ സങ്കടമൊക്കെ വരും. ഇത്രയും നോക്കിയിട്ട് ഇങ്ങനെയാണല്ലോ. പിന്നെ ഞാനതിനെ എത്രയോ റെസ്പെക്റ്റോടെ എന്നെ കാണുന്നവരുണ്ട്. ഇപ്പം എന്നെ ഇനാഗുറേഷന് വിളിക്കുമ്പോൾ ഞാൻ അവരുടെയാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നത്. അവിടേക്ക് വന്ന് എത്രയോ ആളുകൾ നമ്മളോട് മിണ്ടി നമ്മളോട് സംസാരിക്കുമ്പോൾ ഡോക്ടേഴ്സ്, ഇപ്പം എൻ്റെ ഡെലിവറി എടുത്ത ഡോക്ടർ, ലേഷോറിലെ ഡോക്ടർ, അങ്ങനെ എത്രയോ ആളുകൾ നമ്മളുടെ ഒരു ദീപ്തി ഈ സമയത്ത് ദീപ്തി ഒരു വലിയൊരു മെസ്സേജാണ് കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് വലിയ സന്തോഷമാണ്. പിന്നെ അകലെ ഇരുന്ന് കിളവിത്തള്ള ഞാൻ എല്ലാ ഇന്റർവ്യൂവിന്റെ പ്രായം എനിക്ക് 48 വയസ്സായി. എന്റെ 19 വയസ്സിലുള്ള ആര്യ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങനെ പ്രൗഡായിട്ട് കാണുന്നത്. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ഇതിന്റെ അടിയിലൊക്കെ വരും എന്നൊരു ബോധ്യം എനിക്കുണ്ട്. പിന്നെ ആര്യ അതിനെ കുറെ എന്നെ കാണണ്ടെന്ന് വെച്ചാലും ചിലതൊക്കെ മറ്റുള്ളവർ എനിക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു നീ കണ്ടു വിഷമിച്ചോ എന്നൊക്കെ പറഞ്ഞ് അയക്കുന്നവരും കമന്റ് നോക്കിയിരിക്കുകയാണ് രാവിലെ മുതല്. ഇപ്പോഴും ഞാൻ സംസാരിക്കാൻ വരുന്നത് ദീപ്തിയോടുള്ളൊരു സ്നേഹം മാത്രമല്ല, അപ്പോൾ പലുവിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്, ആര്യയെ കാണാൻ ഇഷ്ടമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ദീപ്തി സംസാരിക്കുന്ന ഒരു ബോൾഡ്നെസ് ഉണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ദീപ്തി. ബോൾഡ്നെസ് എന്ന് പറയുമ്പോഴല്ലോ നമ്മൾ ഒറ്റയ്ക്ക് ഒരു യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറയല്ലോ ആർട്ടിസ്റ്റാണ്. അപ്പം അദ്ദേഹം എനിക്കൊരു ബാക്ക് സപ്പോർട്ടാണ് എപ്പോഴും. എൻ്റെ കരുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എൻ്റെ കൂടെ എപ്പോഴും ഹസ്ബൻഡില്ല. ഇപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഇരുന്നപ്പോൾ ഒന്നും അധികം സംസാരിക്കാത്ത അതിനൊക്കെ ഒന്ന് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മളൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ ആക്കിയെടുക്കാൻ ഒരു അമ്മയ്ക്ക് മാത്രം സാധിക്കില്ല. അച്ഛൻ്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടാവും. ഫിനാൻഷ്യൽ ആയാലും മെൻ്റൽ സപ്പോർട്ടാണെങ്കിലും നമ്മൾ രാത്രി പോയി വരുന്നു, നമുക്ക് അങ്ങനെ തരുന്ന ഒരു കെയറിങ്. ഇപ്പം ചേട്ടൻ നിസ്സാര കാര്യങ്ങൾക്ക് പോലും സന്തോഷിക്കുന്ന ആളാണ്. അപ്പം ഇപ്പം പുള്ളി വർക്കിന് പോയ സ്ഥലത്ത് വെച്ചിട്ട് ചേട്ടൻ ചെന്ന സ്ഥലത്ത് കുറേ പേര് ചേട്ടനെ ഇങ്ങനെ നോക്കുക. അപ്പം അവിടുത്തെ ചേട്ടൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു ചേട്ടനെ അവരിങ്ങനെ പെൺകുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു എന്താണെന്നറിയില്ല പറഞ്ഞു. അത് പക്ഷേ അവർ കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഹെഡ് ഓഫീസിലെ സാറ് താങ്കളെ ശങ്കർജിയെ കാണാനായിട്ടാണ് ആ സ്ത്രീകൾ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പാലുവിന്റെ ആര്യയുടെ അച്ഛനല്ലേ, എന്നെ സുഖമായിട്ടിരിക്കണോ അതൊക്കെ അന്വേഷിച്ചപ്പം അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. അപ്പം തന്നെ എന്നെ ഫോൺ വിളിച്ചു. അപ്പം എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. അപ്പം വൈകുന്നേരം പിണങ്ങി. അപ്പം ഇത് പറയാനുള്ള സന്തോഷത്തിലാണ് ആൾ വിളിച്ചത്. അത് പക്ഷെ രാത്രി പറയുമ്പോൾ അവരുടെ മനസ്സിൽ എത്രത്തോളം ആ മക്കളുടെ ആര്യയുടെ അച്ഛനല്ലേ പാലുവിൻ്റെ അച്ഛനല്ലേ അതിലെനിക്ക് അവളെ അങ്ങനെ വളർത്തി ആ സന്തോഷം അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യാത്രയിൽ ഒപ്പം നിന്നില്ലെങ്കിലും ഞാൻ എന്നോട് ഒരാൾ ചോദിച്ചു ഇത് ഡൈവോഴ്സ് ആയില്ലേന്ന് ചോദിച്ചു. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു കസിൻ തന്നെ പലവട്ടം ഈ തമാശ എന്നോട് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്ക് അങ്ങോട്ട് എല്ലാവരും മുന്നിൽ വെച്ചാണ് ചോദിച്ചത്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോഴും ഇത് എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? ദേഷ്യപ്പെടാറില്ല കേട്ടോ ഞാൻ. നിങ്ങൾ എന്നും കൂടെയുള്ള ഭാര്യ ഭർത്താവിനേക്കാളും കൂടുതലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡ് അകന്ന് നിന്നാലും ഉള്ള കെമിസ്ട്രി ഒരു ജീവിതത്തിൻ്റെ ഇത്. അദ്ദേഹം ജോലിയെടുത്ത് കാശ് കൊണ്ടുവന്നാലേ ആര്യ നന്നായിട്ട് എനിക്ക് വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം തരുന്ന കാശിന് തിരിച്ചു കൊടുക്കണം അദ്ദേഹത്തിൻ്റെ മകളെ നല്ല രീതിയിൽ വളർത്തി നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുക. അത് എന്നെ സംബന്ധിച്ചാണ് എൻ്റെ കടമ ഇല്ലേ. എൻ്റെ പ്രൊഫഷൻ ഞാൻ വേണ്ട വെച്ചിട്ട് ഇവൾക്ക് കൊടുത്തത് എൻ്റെ ഹസ്ബൻഡ് ജോലി എടുത്ത് കൊണ്ടുവന്ന കാശ് കൊണ്ട് ഞങ്ങളുടെ ഒരാളുടെ വരുമാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കുക എന്നുള്ളത് എനിക്കൊരു തിരിച്ചുത്തരവാദിത്വമുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിൻ്റെ ഒരിതാണ് അല്ലേ. ഞാൻ ചിന്തിക്കുന്ന അതേ ചിന്തയിൽ ചേട്ടൻ ചിന്തിക്കുക. അത് അദ്ദേഹം ഭാര്യ പറയണതെല്ലാം അനുസരിക്കുന്നല്ല, അത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അവൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സമ്പാദിച്ചു കൊണ്ടുവരുന്ന കാശ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളെ നന്നായി വളർത്തുക എന്നുള്ള ബോധ്യം എനിക്കുമുണ്ട് ഇല്ലേ. എന്താണ് നീ സമ്പാദിച്ചത്? ആര്യയെ സമ്പാദിച്ചു, നാളെ പാലുവിനെ സമ്പാദിച്ചു. നമ്മുടെ അസറ്റ് എന്ന് നമ്മുടെ മക്കളാണ് അല്ലേ. നമുക്ക് സ്വത്തോ പണോ ഇപ്പം വീടില്ല, റെൻറ്റിന് കിട്ടും ഇല്ലേ. കല്യാണം കഴിച്ചു ഉപേക്ഷ വേറെ ഹസ്ബൻഡിനെ കല്യാണം കഴിക്കാം. പക്ഷെ മക്കളെ ഒരു പ്രാവശ്യമുള്ളൂ അല്ലേ. മക്കളെന്ന് പറയുമ്പോൾ നമുക്ക് അല്ലേ, അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ. പിന്നെ ചെറിയ കാര്യങ്ങളിൽ ഞാൻ പതറിപ്പോവും. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ പറഞ്ഞു ആരെയെ ഇങ്ങനെ ഉമ്മ വെച്ച് ഇങ്ങനെ കെയർ ചെയ്യണ അമ്മയല്ല. തെറ്റ് കണ്ടാൽ അത് എവിടെ നിന്നാലും ഞാൻ പൊട്ടിത്തെറിച്ചിരിക്കും, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ അവൾക്കൊരു പ്രശ്നം വന്നാൽ എൻ്റെ ജീവൻ കൊടുത്തും ഞാനത് നിലനിർത്തും.